മൈക്ക് 3D ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ ചരിത്രം അറിയാൻ സ്വിമ്മിംഗ് പൂളിൽ ചരിത്രം അറിയാം. ചരിത്രം അറിഞ്ഞ് കാണാം. ഇത് പണിയെടുത്ത് വയ്യ. ഇപ്പം ചെയ്യാ നല്ല വയ്യ, തലൊക്കെ വേനിച്ചിട്ട്. നമുക്ക് ബോസിനോട് ലീവ് ഒന്ന് ചോദിക്കണം. ഫസ്റ്റ് നമുക്ക് അടിയിൽ പോവാം. ഹാക്ക് വയ്യ. നമ്മൾ കുറേ നേരം പണിയെടുത്തു. നാട്ടിൽ നമുക്ക് ബോസിനോടൊന്ന് കുറച്ച് നേരം ടൈം വയ്ക്കാം. ബോസ് കുറച്ച് ടൈം എന്താണ്, ഞാൻ നാളെ വരക്ക് തരാനിച്ചിട്ട് ഓടോ പോയിക്കോ. എന്താണ് വെച്ചാൽ നാളെ കൂടുതൽ ടൈം പണിയെടുക്കണം കേട്ടോ. ഓക്കെ ബോസേ, ഞാൻ നാളെ കൂടുതൽ പോയി ടൈം പണിയെടുത്ത് തരാം. എനിക്കിപ്പോൾ നല്ല വയ്യ. ഓടെ ഇനി പോയിക്കോ. പക്ഷെ ബോസ് പറഞ്ഞാൽ നമ്മൾ പോവാൻ നേരെ പെരയിലേക്ക് പോകുന്നു. ആകെ വയ്യ. നമുക്ക് പെരയിൽ പോയി ഒന്ന് കടന്നുറങ്ങാം. നമ്മൾ വണ്ടിയൊക്കെ ചെറ്റിന് പോകണ്ടേ, നമുക്ക് തല വേനച്ചിട്ട് വയ്യ. നമ്മൾ നേരെ പെരയിലെത്തിക്കണു. എന്താണ് സ്വിമ്മിംഗ് പൂളിൽ എന്താ ഒരു ലൈറ്റ്, സ്വിമ്മിംഗ് പൂളിൽ എന്താ ഒരു നീലം പച്ച ലൈറ്റ്. എന്താ നീലം പച്ച ലൈറ്റ്? എന്താ നീലം പച്ച ലൈറ്റ്? മുമ്പിൽ വട്ടത്തിൽ പോലെ കറങ്ങണ്. ആ സ്വപ്നം കാണായിക്കോ തോന്നുന്നു. നമുക്ക് ഒരു തോന്നിയതായിക്കും. എന്താണ് ഒരു സ്വപ്നം. സ്വപ്നം നമുക്ക് നേരെ ഉറങ്ങാം. ആ സ്വപ്നം കാണാൻ ഇത് റിയൽ അല്ലേ, സ്വപ്നം കാണാൻ നല്ല തല വേനിച്ചിട്ട്. എന്താ നല്ല തല വേനിച്ചിട്ട്. നമുക്ക് സ്വപ്നം കാണിക്കാം. നമുക്ക് പോയായിട്ട് ഉറങ്ങാം. ഒന്ന് ഉറങ്ങിയിട്ട് കാണാം. നമുക്ക് രാവിലെ ആയി. നമുക്ക് നമ്മൾ വിചാരിച്ച് നമ്മൾ സ്വപ്നമില്ല. ഇതെന്താ കളർ മാറി മാറി വരുന്നു. നമുക്ക് നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാം. അവൻ്റെ പേര് നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുന്നല്ല. നമ്മളെന്താ കണ്ടത്? സ്വപ്നമൊന്നുമല്ല. നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്. നമ്മൾ സ്വപ്നമൊന്നുമല്ല കണ്ടിരുന്നത്. നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാം. നമ്മൾ സ്വപ്നം കണ്ട് നമ്മൾ വിചാരിച്ച്. അത് നമ്മൾ ഫ്രണ്ടിൻ്റെ പേര്. നമുക്ക് നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാം. I am a disco dancer. എന്താ പറയണേ? മതി ഇനി പോയിക്ക. എന്താടാ ഭയങ്കര ഞാൻ കുറച്ച് റീലെടുക്കടാ. മതിയടാ, എൻ്റെ പൂളിൽ എന്തോ ഉണ്ട്. അതൊന്ന് കണ്ടുപിടിച്ചിട്ട് ഇനി റീലെടുത്തോ. ഇനി മതി. നമുക്ക് അരമണിക്കൂർ ഞാൻ റീലെടുക്കുന്ന അവര് ശല്യപ്പെടുത്ത് വന്നില്ലേ. ഞാൻ ശല്യപ്പെടുത്താൻ എൻ്റെ റീല് ഞാൻ കണ്ട്. വാടാ ആടെ പോവാ. എൻ്റെ റീല് ഒന്നാതിരി റീലായിരുന്നു. ഒന്നുകൂടി റീലെടുക്കട്ടാ. ഇനി മതി എൻ്റെ റീലൊക്കെ മതി. ഇനി വായോ. എടാ എൻ്റെ പൂളിൻ്റെ അടിയിൽ എന്താ ഉണ്ടായത്? ഒരു പൂളിൻ്റെ അടി പറഞ്ഞ ഒരു നീല ലൈറ്റാണ് വട്ടത്തിൽ. പിന്നെ വെള്ളം മഞ്ഞും ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിയിൽ എന്തിലേക്ക് നമുക്ക് പൊളിച്ചെടുക്കാം. JCB കൊണ്ട് പൊളിച്ചെടുത്താൽ മതി. പൊളിച്ചെടുക്കാം അല്ലേ? എൻ്റെ പൂളിന് എന്ത് സംഭവിക്കുമോ? അതൊന്നും സംഭവിക്കൂല. എന്ത് സംഭവിക്കുക? അതൊന്നും സംഭവിക്കൂല. JCB എടുത്തു ആയോ? എവിടെയെങ്കിലും ഒപ്പിച്ചായോ? അനക്കെല്ലാം ഒപ്പിക്കണ്ടേ? എൻ്റെ പൂളല്ലേ. ഞാൻ മറന്ന്. ഞാനോ JCB എന്തെങ്കിലും ഒപ്പിച്ചിട്ട് വരാം. ഇവിടെ വെയിറ്റ് ചെയ്യ്. എൻ്റെ പൂളിനൊന്നും സംഭവിക്കൂലല്ലോ. ഇല്ലടാ, ഇതെന്നാൻ്റെ പൂളാൻ്റെ ജീവനാ. ഇല്ല എന്നല്ല പറഞ്ഞേ. പോയെടുത്തു എൻ്റെടാ പട്ടി.
ആടാ ഞാൻ ഇപ്പം എടുത്തൻ്റെ എൻ്റെ പോള് പോടാ. ആ ഇതാ പോണ്. ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ അറിയില്ല. ആ ഞാൻ JCB എടുത്തോണ്ട് വരാം. എൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യ്. ഇപ്പം വരാം. പിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? അല്ല നേരത്തെ നമ്മൾ കഴിഞ്ഞ ശേഷം എന്തോ കാട്ടിക്കൂട്ടിന്ന് പിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് JCB എവിടെയെങ്കിലും ഒപ്പിച്ചോൻ്റെ ബട്ടൊന്ന് നമുക്ക് നമ്മളെ ബോസിൻ്റെ അടുത്ത് ചോദിച്ചാലോ. ഇജിപ്പോൾ പറഞ്ഞത് ഒക്കെ എൻ്റെ JCB വേണമെന്നല്ലേ? ആ ബോസേ ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും JCB എൻ്റെ വീട്ടിൽ പൂളുണ്ട്, അത് ഒന്ന് ശരിയാക്കാനാ. അതിൻ്റെ പൂളിലെന്തിനാണ് JCB? ആ അത് കാര്യമുണ്ട്. JCB ഒന്ന് തരുമോ? ആലോചിക്കോട്ടെ. ആലോചിക്കൊന്നും നോക്കണ്ട, എനിക്ക് ആ JCB ഒന്ന് തന്നാൽ മതി. ആലോചിച്ച് നോക്കാൻ സമയമില്ല. സാറ് ആലോചിച്ച് നോക്കിക്കോ. കുറച്ച് ആ JCB ഒന്ന് തന്നാൽ മതി. ആയിക്കോട്ടെ, JCB എടുത്തോ. ഗൈസ് നമ്മൾ ബോസ് JCB എടുത്തോന്ന് പറഞ്ഞു. നമുക്ക് നേരെ ഗൈസ് നമ്മൾ JCB എത്ര ഓപ്ഷൻസ് ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. എങ്ങനെ കൺട്രോൾ ചെയ്ത് ഗൈസ് എന്താ എന്തൊക്കെയോ അങ്ങോട്ട് ചെരിയണം മറിയണമൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് വൈറ്റ് ഇതൊക്കെ ആവണ്ടേ. അങ്ങോട്ടും മറിയണം. നമുക്ക് ബാലൻസ് കിട്ടണില്ല. നേരെ നമ്മൾ വീട്ടിൽ കൊണ്ട് എടാ ഇനി മലയൊക്കെ വെക്കടാ. ആടാ നീ ആ പൊക്കിയിട്ട് നോക്കാം. എടാ ഇത് പൊക്കണില്ല. വീഡിയോ ലൈക്ക് ചെയ്യാനേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനേ പറയണേ. ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പൊക്കണ വരെ ആടാ പൊക്കി. ഗൈസ് എന്താ അതിൻ്റെ അടിയിൽ ഗൈസ് മറ്റേ ജീവുകള് ഗൈസ് ട്രെയിനീറ്ററൊക്കെ ഉണ്ട്. പിന്നെന്താ അടിയിൽ എന്തോ ഒരു സാധനം ഉണ്ട് ഗൈസ്. എന്താ ഇതൊക്കെ ഉണ്ട് ഗൈസ്. ട്രെയിനീറ്ററിൻ്റെ എന്താണ് മുട്ട ഗൈസ്. ട്രെയിനീറ്ററിൻ്റെ മുട്ട ഗൈസ്. വേറെ എന്താ നല്ല പല കൂർത്തെന്തോ ജീവിയുണ്ട് ഗൈസ്. പിന്നെ അതിൻ്റെ മുട്ട ഒക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഗൈസ് നമ്മളെ ട്രെയിനീറ്ററിൻ്റെ കുട്ടികൾക്കതാ. അല്ല ഇതെന്താ സാധനം ഇത് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ? ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ എന്താ അറിയില്ല. ഇതിൻ്റെ പല്ല് കാണുമ്പോൾ പേടി. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.